ആദ്യമേ തന്നെ പുതിയ സർക്കാരിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാ വിജയാശംസകളും അഭിനന്ദനങ്ങളും നേരത്തെ തന്നെ നേരുകയാണ്. ജനവികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. അത് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു തീരുമാനവുമാണ്. എന്നാൽ നമുക്കറിയാവുന്ന പോലെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിനെ കുറിച്ച് അമിത പ്രതീക്ഷകൾ പുലർത്തിയാൽ അതൊരുപക്ഷെ അസ്ഥാനത്തായേക്കാം. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിന് സമയം നൽകേണ്ടതുണ്ട്. എങ്കിലും മികച്ച മാനേജ്മെൻറ്റോടുകൂടി അത്തരം പ്രതിസന്ധികളെ മറികടന്ന് ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ വി.ഡി. സതീശൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ പ്രതീക്ഷകളിലൊന്ന്, നിങ്ങൾക്കെല്ലാവർക്കും നേരിട്ടറിയാവുന്നതുപോലെ ആശാ വർക്കർമാർക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കുമെന്നുള്ളതാണ്. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ അസംഘടിതരായ ആ തൊഴിലാളി സമൂഹത്തെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് കൊടുത്ത വാക്ക് ഈ സർക്കാർ ആദ്യം പാലിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവരോടൊപ്പം അസംഘടിതരായ തൊഴിലാളി സമൂഹത്തെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം പുതിയ ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമതായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് അത് സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷയും. നമ്മുടെ സമൂഹം ഒരു മതനിരപേക്ഷ സമൂഹമായി നിലനിൽക്കണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അല്ലാതെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇന്ന് ശക്തി പ്രാപിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ മതേതരമായി നിലനിൽക്കുവാനായിട്ട് കേരളത്തിന് സാധിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്. സർക്കാരിനും അതിന് നേതൃത്വം നൽകുവാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത്, കേരളം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു ഹോട്ട്സ്പോട്ടായിട്ട് മാറുകയാണ്. അത് പുതിയ ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുവാൻ വേണ്ട നടപടികൾ സത്വരമായിട്ട് എടുക്കേണ്ടതുണ്ട്. മയക്കുമരുന്ന് മാഫിയയെ കർശനമായിട്ട് നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വികസനം എന്നുള്ളത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. എന്നാൽ പലപ്പോഴും വികസനം നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ സമീപിക്കാതെയും ഗൗരവമായിട്ട് എടുക്കാതെയുമാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദുരന്തങ്ങൾ, വയനാട്ടിലൊക്കെ ഉണ്ടായ, അതിനു മുമ്പ് പ്രളയത്തിൽ കൂടെയൊക്കെ നമ്മൾ അനുഭവിച്ച വലിയ ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വികസനം പരിസ്ഥിതി സൗഹൃദമാക്കണമെന്നുള്ള കാഴ്ചപ്പാട് പുതിയ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ എല്ലാ കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം മുൻപ് ഹരിത MLA-മാരിൽ ഒരാളായിരുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സർക്കാരും വികസനത്തെക്കുറിച്ച് ഇങ്ങനെ ജനപക്ഷ പരിസ്ഥിതി സൗഹൃദമായൊരു കാഴ്ചപ്പാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് വളരെ ചുരുക്കമായിട്ട് പെട്ടെന്ന് എനിക്ക് സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷ സംബന്ധിച്ച് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.